അവസ്ഥയെ ഈ ആഴ്ച ഫലമാണ് പറയുന്നത്. അശ്വതി നല്ല കാലമാണ്. സ്റ്റുഡൻസിനായാലും ബിസിനസ്സുകാർക്കായാലും ജോലിയുള്ളവർക്കായാലും ഉയർച്ചയുടെ കാലമാണ്. ദൂരെ നിന്നുള്ള ശുഭവാർത്തകൾ കേൾക്കും. സുഹൃത്തുക്കൾ, പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഈ ആഴ്ച ഫലം അവർക്ക് നല്ലതാണ്. ഭരണി ചില ഭരണിക്കാർ മരുന്നടച്ച് വെച്ച് കാണാം എന്ന് കരുതി പ്രവർത്തിക്കുന്നവരാണ്. അത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ മടി പിടിച്ചു പോകും. ചെയ്തു വെച്ചിരിക്കുന്ന പകുതിയോളം ചെയ്തു കഴിഞ്ഞ കാര്യം അല്പം കൂടി ചെയ്താൽ വിജയിക്കും. അതിൽ പ്രധാനം വിവാഹമാണ്, ജോലിയാണ്. കാർത്തിക പഠിച്ചു കഴിഞ്ഞവർക്ക് ജോലിയും പ്രൊമോഷൻ മുതലായവർക്ക് സാധ്യതയുണ്ട്. ലീഡർഷിപ്പിൽ വരാൻ കഴിയും. പദവികൾ ലഭിക്കും. എന്തു തന്നെയായാലും ഉയർച്ചയുടെ കാലഘട്ടമാണ്. രോഹിണിക്ക് അധ്വാനിച്ചതിൻ്റെ പകുതിയോളം ഫലം ഈ ആഴ്ച കിട്ടുന്നതാണ്. പൂർണ്ണമായും കിട്ടില്ല, പകുതി ഫലം ഇപ്പോൾ റെഡിയാണ്. അതിൽ ജോലി കിട്ടുന്ന കാര്യം, വിവാഹകാര്യം, അതിനൊപ്പം തന്നെ ഭവന നിർമ്മാണം എന്നിവ കാണുന്നുണ്ട്. സ്റ്റുഡൻസിന് വിദേശവാസം പ്രതീക്ഷിക്കാം. മകയിരം ഇവർ പൊതുവെ ദൈവവിശ്വാസികളാണ്. ജോലി ഇല്ലാതെ നിൽക്കുന്ന വിദ്യാസമ്പന്നരുണ്ട്. അവർക്ക് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട താൽക്കാലിക ജീവിതമാർഗം ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഉയർച്ചയുടെ കാലഘട്ടമാണ്, പേടിക്കണ്ട. തിരുവാതിരക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ട് എങ്കിൽ ഈ വാരാന്ത്യം അതിന് മാറ്റം വരുന്നതാണ്. അവർ തുടങ്ങി വെച്ച പല കാര്യങ്ങൾക്കും തടസ്സമുണ്ട്. എന്നാലും തീരെ വൈകാതെ തന്നെ അതൊക്കെ നടക്കും. അപ്രതീക്ഷിതമായ കൂട്ടുകെട്ടുകളുണ്ടാകും. അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. പുണർദംകാർക്ക് വിദേശവും സ്വദേശവും ഇപ്പോൾ ഒരുപോലെയാണ്. അവരുടെ ഉയർച്ച താഴ്ചകൾ 50%. താഴ്ച 50, ഉയർച്ച 50. അപ്പോൾ നിലവിലുള്ള സ്ഥിതി തുടർന്ന് പോകും. പുതിയൊരു സംരംഭത്തിലേക്ക് എടുത്തുചാടേണ്ട ആവശ്യമില്ല. നല്ല കാലം വരികയാണ്. അപ്പൂയം, അതായത് കമ്പ്യൂട്ടർ, മെക്കാനിസം മുതലായ സാങ്കേതിക വിദഗ്ധന്മാർക്ക് മങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഉടൻ തന്നെ ക്ലിയർ ആകുന്നതാണ്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഭാഗ്യദേവത അവരെ കടാക്ഷിക്കുന്ന കാലഘട്ടവുമാണ്. വീട്ടിൽ അസ്വസ്ഥത ഉള്ളവരാണ് ഇവരിൽ ചിലർ. എന്ത് കിട്ടിയാലും തൃപ്തിയാകില്ല എന്ന അവസ്ഥ മാറ്റിവെക്കണം. ഭാവിയുണ്ട്, നല്ല ഭാവിയുണ്ട്. ആയില്യംകാർക്ക്, നല്ല സാങ്കേതിക വിദഗ്ധന്മാരായ ആളുകൾക്ക്, ജേർണലിസ്റ്റുകൾക്ക്, രാഷ്ട്രീയക്കാർക്ക് എല്ലാം നല്ലൊരു കാലമാണ് വരുന്നത്. ഇവരുടെയും ഗൃഹാരംഭം നടക്കുന്നതാണ്. മകത്തിന് ഉയർച്ച താഴ്ചകൾ, ഉയർച്ചയാണ് കൂടുതൽ, വളർച്ചയാണ് കൂടുതൽ. ദേശവാസം, ജോലി, സ്വന്തം നാട്ടിൽ ട്രാൻസ്ഫർ, പ്രൊമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം. പൂരം, ചിലവുകൾ അതിക്രമിച്ച് വരികയാണ്. അത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. വരവ് ചിലവ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. ദൂരെയുള്ള സുഹൃത്തുക്കളുടെ ശുഭവാർത്തകൾ അറിയാൻ കഴിയും. കൂട്ടുകച്ചവടം വിജയിക്കും. ഉത്തരം, ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ പലതും തെറ്റാനിടയുണ്ട്. അതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. ഇപ്പോഴുള്ള കാര്യങ്ങൾ തുടർന്ന് പോവുക. അത് തന്നെയാണ് വിജയത്തിലേക്കുള്ള പാത തെളിക്കുന്നത്. അത്തത്തിൻ്റെ കാര്യവും പെൻഡിങ്ങുള്ള പല കാര്യങ്ങളും നേരത്തെ എത്രമാത്രം ശ്രമിച്ചതാണോ അത് ഒന്നും കൂടി ശ്രമിക്കേണ്ടി വരും. അതായത് സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പരീക്ഷാ വിജയമുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ പകുതി മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് റിസൾട്ട് വരുമ്പോൾ അറിയുന്നു. ആ പകുതി മാർക്കിന് റീവാല്യൂഷൻ നടത്തേണ്ടതായി വരും. വിജയിക്കും, ഏത് രംഗത്തും വിജയിക്കും. ചിത്രയ്ക്ക് ഭവന നിർമ്മാണം കഴിഞ്ഞ് പാല് കാച്ചുന്ന കണ്ടീഷനാണ്. ചിലർക്കെങ്കിലും ഭവനത്തോടൊപ്പം വിവാഹവും നടക്കും, സംശയമേ ഇല്ല. ഭവന നിർമ്മാണം, പാലുകാച്ച്, വിവാഹം, ഇത് 2 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കാൻ ഇവർക്ക് ഏറെ സാധ്യതയുണ്ട്. ചോതി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മുഴുവൻ മാറി ഉയർച്ചയുടെ, പുരോഗതിയുടെ പാതയിലേക്ക് നടന്നെടുക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാങ്കരും നല്ല നിലയിലുള്ള ഭക്തജനങ്ങളാണ്. അവർക്കും നല്ല രീതിയിലുള്ള ഉയർച്ച കാണുന്നു.
ആ ആരാധനാലയത്തിലൂടെ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. മക്കളുടെയും ഭാര്യയുടെയും ആരോഗ്യം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ നിലയിലും മുന്നോട്ട് പോകാം. ഉയർച്ചയുണ്ട്. തൃക്കേട്ടയുടെ കാര്യം ഇവർ ഓവർ സ്മാർട്ടാണെന്ന് തോന്നും, നാട്ടുകാർ പറയും. അത് ചിലപ്പോൾ സ്വയം തോന്നും. സർവീസിലുള്ളവർക്ക് സസ്പെൻഷൻ്റെയും ശിക്ഷാ നടപടികളുടെയും കാലമാണ്. എന്നാലും സീനിയേഴ്സിൻ്റെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാൻ കഴിയും.